ഇന്ന് വേറൊരു വിവാദം ഉണ്ടല്ലോ നമ്മുടെ അവധിയെ സംബന്ധിച്ച്. ഏറ്റവും വലിയ വിവാദമാണ് അവധി. ഞങ്ങൾ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ ഈ നിമിഷം വരെ അതിൽ പ്രതികരിച്ചു. ആ പടം ന്യൂസ് 18 അടുത്ത് മാത്രം ഞാൻ സംസാരിച്ചു. എന്താ ചോദിച്ചു, ഞങ്ങൾ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അല്ല. അപ്പൊ പറഞ്ഞു CPM ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു, കോൺഗ്രസ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാൻ ഇതേ ഉള്ളൂ. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ബക്രീദ് ആണെങ്കിലും ആഘോഷിക്കുക തന്നെ വേണം. എല്ലാ മതവിശ്വാസങ്ങളെയും BJPയുടെ നയം കൃത്യമായി പറയാണ്. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അത് ഇല്ലാത്തത് കമ്മ്യൂണിസ്റ്റുകാരെ ഇന്നലെ അവിടെ കണ്ടല്ലോ, നമ്മൾ രാജ്ഭവനിൽ കണ്ടില്ലേ. അത് അവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ എല്ലാ മതവിശ്വാസങ്ങളെയും BJP ബഹുമാനിക്കുന്നു. പക്ഷേ ഇന്നലെ ഇടതുപക്ഷം ചെയ്തത് എന്താണ്? രാവിലെ അവധി ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ബാധിക്കുമെന്നുള്ള വിഷയം ശക്തമായ സമ്മർദ്ദമായി വന്നപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി അവധി പ്രഖ്യാപിക്കുന്നു. അവധി പ്രഖ്യാപിച്ചത് LDFന് അനുകൂലമാകുമെന്ന് കണ്ടുകൊണ്ട് UDF പറയുന്നു അത് മറ്റൊരു പ്രീണനമാണ്, അവരുടെ രാഷ്ട്രീയമാണ്, അത് മുസ്ലിം സമുദായത്തെ അവഹേളിക്കലാണ്. അവിടെയും കോൺഗ്രസ് ആ പ്രീണനത്തിന് തന്നെ ശ്രമിക്കുന്നു. ഞങ്ങൾ ഈ ഒരു പ്രീണനത്തുമില്ല, ഞങ്ങൾ ആ പ്രീണനത്തിന് നമുക്ക് താല്പര്യമില്ല. ഇവിടെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ള അതിന്റെ ആശാന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നിലമ്പൂരിലെ ചർച്ച എന്താ? നിലമ്പൂരിലെ ഭൂരിപക്ഷ സമുദായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മുസ്ലിം ഭൂരിപക്ഷമുണ്ട്. ആ മുസ്ലിം ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് എങ്ങനെ പിടിക്കുക എന്നുള്ള ചർച്ച മാത്രമേ LDFനും UDFനുള്ളൂ. അതിനുവേണ്ടി ബക്രീദിനെ പോലും വിറ്റ് കാശാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും UDFനോടും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവർ കാണിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന ഈ UDFന്റെ നേതാക്കന്മാർ സ്വന്തം സമുദായത്തോട് ആത്മാർത്ഥത കാണിക്കണ്ടേ? അവര് അതിനെ രാഷ്ട്രീയമായി കാണണോ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറയാം, BJP ആദ്യമായി ഇതിനെതിരെ എങ്ങനെ ഒരു 2 ദിവസം അവധി BJPക്ക് വേണ്ട പ്രതികരിക്കല്ലോ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്ക് പറയാൻ ഇതേ ഉള്ളൂ. ഈ പ്രീണനം ഈ നാട് നശിപ്പിക്കും. ഇവിടെ മാത്രമല്ല, ഇത് ഈ മുസ്ലിം പ്രീണനം എന്ന് മാത്രമല്ല പ്രശ്നം. ഇവർ അതിന്റെ മറവിൽ SDPI പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുകയാണ്. ഇത് ഈ നാടിനാപത്താണ്. ഒരു കാലത്ത് ഇത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. അല്ലല്ലേ, അതാണ് നിങ്ങളുടെ കുഴപ്പം. എല്ലാ അവധിയും വേണം, ഒരു കുഴപ്പം, എല്ലാ അവധിയും വേണം. പക്ഷെ ആ അവധിയുടെ പുറത്ത് രാഷ്ട്രീയം കളിക്കരുത്. അല്ല, അവധി കൊടുക്കുന്നത് ആ തീരുമാനങ്ങളുടെ ഫ്ലക്ച്വേഷൻ കണ്ടോ? ആ തീരുമാനങ്ങൾ എന്തുകൊണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു? അവധി പ്രഖ്യാപിച്ചു, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇല്ല. അത് ആദ്യം വേണ്ടെന്ന് വെക്കുന്നു, അത് കഴിഞ്ഞ് സമ്മർദ്ദങ്ങളെ തുടർന്ന് വേണമെന്ന് വെക്കുന്നു. എന്താ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അത് LDFന് ഗുണമാകുമെന്ന് കണ്ടുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് UDF നടത്തുന്നു. അത് മറ്റൊരു പ്രീണനം. ഇന്നത്തെ ചർച്ച എന്താ? ബക്രീദിന്റെ അവധി LDFന് ഗുണകരമാവോ ഇല്ലയോ? ഇന്നത്തെ രാവിലെ ക്യാപ്ഷനാണത്. ഇത് എവിടെയാണ് ഈ നാട് എവിടെ ചെന്ന് നിൽക്കുന്നത്? എന്നിട്ട് ചീത്തപ്പേര് മുഴുവൻ BJPക്ക്. ഇവിടുത്തെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വർഗീയത പറയുന്നത്? നിങ്ങളൊന്ന് പറ, ഞങ്ങൾ എവിടെയാണ് വർഗീയത പറയുന്നത്? ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത്. ഞാൻ രാവിലെ നിങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനം നടത്തിയും രാഷ്ട്രീയം പറയാനാണ്. ഞങ്ങൾ എവിടെയെങ്കിലും രാഷ്ട്രീയമല്ലാതെ വർഗീയത പറയുന്നുണ്ടോ? ഇവർ പറയുന്നത് മുഴുവൻ വർഗീയതയല്ലേ? നിങ്ങൾ എന്താ അത് പറയാത്തെ? നിങ്ങളത് ചോദിക്കണം. നിങ്ങൾ നടത്തുന്ന അമിതമായി ഈ പ്രീണനം എന്ത് രാഷ്ട്രീയത്തിന്റെ അടുത്ത് എന്തിനു വേണ്ടി എന്ന് നിങ്ങൾ ചോദിക്കും. മാധ്യമ പ്രവർത്തകർ ചോദിക്കണം, എന്നാലും ഇവന്മാരെ നന്നാവും. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. അല്ലേ, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ വാക്കുകൾക്കിടയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കില്ല, പ്ലീസ്. ഞാൻ പറഞ്ഞതിന്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു. അതിന് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു. അവധി പ്രഖ്യാപിക്കുന്നതിലോ അതിനകത്ത് എടുത്ത തീരുമാനത്തിലോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന ഈ പ്രീണനം അത് മോശമാണ്. ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അത് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ മാത്രം നടത്തുന്ന ഈ പരിശ്രമങ്ങൾ, ഈ നിലപാടുകൾ ഈ നാടിനെ തകർക്കും. വലിയൊരു വർഗീയതയിലേക്ക് നാടിനെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ആ ജനകീയ വിഷയമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഈ നാടിനെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം വികസന വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ചയാവും. പക്ഷെ അടിസ്ഥാനപരമായി നിലമ്പൂരിന്റെ മണ്ണിൽ ഏറ്റവും പ്രസക്തമായ വിഷയം അത് നിലമ്പൂർ മാത്രമല്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേരളത്തിലെ 57 നിയോജകമണ്ഡലങ്ങളെ ബാധിക്കുന്നതാണ്. അത് ഇപ്പോഴാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. 100%. ഇവിടെ മാത്രമല്ല ഭായ്, ഇവിടെ മാത്രമല്ല, നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല. 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന പാർട്ടിയുടെ കോർ കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മലയോര കർഷക ജാഥയും അതുപോലെ തന്നെ തീരദേശ സംരക്ഷണ ജാഥയും പാർട്ടിയുടെ അജണ്ടയും തീരുമാനമെടുത്താണ്. നിലമ്പൂർ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനൊക്കെ മുമ്പ് എടുത്താണ്.
അല്ല, അതിനകത്ത് കൃത്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യം ഒരു കാലത്ത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളല്ലായിരുന്നു ഈ പ്രദേശത്ത്. ഇപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വിവിധ ഫാക്ടുകൾ കൊണ്ട് ഞാനിവിടെ വന്ന് 2 ദിവസം, ഈ 2 ദിവസം കൊണ്ട് BJPക്ക് അനുകൂലമായി, ഇത് എല്ലാവരും പറയുന്ന പോലെ പറയുന്നതല്ല, ഞാൻ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ BJPക്ക് അനുകൂലമായി കഴിഞ്ഞ ഒരു കാലത്തും BJPയോടൊപ്പം നിൽക്കാത്ത ഒരു വലിയ സമൂഹം ഇന്ന് BJPയോടൊപ്പം നിൽക്കുന്നുണ്ട്. ചോദ്യത്തിന്റെ മറുപടി അല്ല, എനിക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്തു പോകല്ല. ആ സമൂഹം BJPയോടൊപ്പം വന്നു തുടങ്ങിയെന്ന് BJPക്ക് ബോധ്യമായി. ആ സമൂഹത്തിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് ഇനി BJPയുടെ കടമയാണ്. അതും ഞങ്ങൾ ഇനി ചെയ്യും. അല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണ അതാണ്. കുടിയേറ്റ കർഷകർ ക്രിസ്ത്യാനി മാത്രമല്ല, കുടിയേറ്റ കർഷകർ ഈഴവരുണ്ട്, നായരുണ്ട്, മുസ്ലിം സമുദായങ്ങളുണ്ട്. ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഇഷ്ടംപോലെ കുടിയേറ്റ മുസ്ലിങ്ങളുണ്ട്. ആ കുടിയേറ്റ കർഷകർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. കുടിയേറ്റ കർഷകർക്കാർ ഇടുക്കിയിലാകട്ടെ, വയനാട്ടിലാകട്ടെ, തിരുവനന്തപുരത്താകട്ടെ, പത്തനംതിട്ടയിലാകട്ടെ, ഇതെല്ലാവരുടെയും വിഷയങ്ങൾ ഒന്നാണ്. ഇവിടെ വലിയൊരു സമൂഹം കുടിയേർക്ക് ഭീഷണിയിലാണ്. അത് കേന്ദ്ര നിയമത്തിന്റെ കുഴപ്പമാണോ? നമുക്ക് സംവാദം നടത്താം, നമുക്ക് ഒരുമിച്ച് പോവാം. അദ്ദേഹം നല്ലൊരു കുടിയേറ്റ കർഷകന്റെ മകനാണ്, ഒരു കർഷകനാണ്. തീർച്ചയായിട്ടും നിലമ്പൂരിനെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുമ്പോൾ പാർട്ടിയുടെ മനസ്സിലതുണ്ടാകാം, എനിക്കറിയാം. പക്ഷേ തീർച്ചയായിട്ടും കുടിയേറ്റ കർഷകന്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് മോഹൻ ജോർജ് ഇവിടെ സ്ഥാനാർത്ഥിയായത്. BJP നിലമ്പൂരിന്റെ വികസന അജണ്ട അത് പബ്ലിഷ് ചെയ്യും. അവിടെ നമുക്ക് പറയാനുള്ളത് ബൈപ്പാസ് മുതൽ നഞ്ചങ്കോട് റെയിൽവേ ഉൾപ്പെടെ അണ്ടർപാസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെ അല്ല, നിലമ്പൂരിലേക്ക് വരുന്നതിന്റെ ഒരു ഗതാഗത പ്രശ്നമൊക്കെ വലിയ രൂക്ഷമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. നിലമ്പൂരിന്റെ വികസനം അതിന് രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട അദ്ദേഹം നേരിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. എല്ലാ ദിവസവും ഞങ്ങളോട് പറയുന്നത് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ മേലാതെ വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നതും ഇതെല്ലാം പറയുന്നത്. അല്ല, ഞങ്ങളുടെ ആ നിലപാടിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. നിർബന്ധപൂർവം ഈ ജനതയെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നല്ല സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. ആ നിലപാട് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, അതിനൊരു സംശയമില്ല. പക്ഷെ പൊളിറ്റിക്സ് ആണ്. ഈ ഒരു വർഷത്തിനിടയിൽ ഇതെന്നെ ക്യൂടെക്സ് ഇടുന്ന പരിപാടിയാണ്. നവി എന്നല്ല പറഞ്ഞ പോലെ ക്യൂടെക്സ് ഇടുന്ന പോലെയുള്ള പരിപാടി അല്ലോ. ആ തണുപ്പൊക്കെ നിങ്ങൾ ഇന്നു മുതൽ കണ്ടു. ആ തണുപ്പൊക്കെ BJPയുടെ മാറും. BJPയുടെ സംഘടനാ സംവിധാനത്തിൽ അത് ഒരു ചിട്ടയായ പ്രവർത്തനത്തിൽ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഈ ഫ്ലെക്സിലും ബോർഡിലും അല്ല BJP രാഷ്ട്രീയം. ഒരു പക്ഷേ കുറച്ചൊക്കെ CPMന് ആ ശൈലി ഉണ്ടാകാം. അവര് എപ്പോഴും വാർഡ് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, ഇപ്പോഴും മീറ്റിംഗ് നടക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഉപരി ഉള്ള നേതാക്കളുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഇതൊരു സെറ്റിംഗ് കഴിഞ്ഞിട്ട്, അത് സംഘടനാ സെറ്റിംഗ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു പ്രചരണ രംഗത്ത് സജീവമാവും. നാളെ മുതൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇവിടെയുണ്ട്. മറ്റന്നാൾ മുതൽ K. സുരേന്ദ്രൻ ഇവിടെയുണ്ട്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തും. ചേട്ടന് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ചു, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനതയെ നിർബന്ധപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടതാണെന്ന് എനിക്ക് നിങ്ങൾക്ക് അഭിപ്രായത്തിൽ